ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രൻ സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ സുധാകരൻ മാഷ് ആ കത്തിക്കരിഞ്ഞ റൂമിലോട്ട് ചെന്ന് നോക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാം കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ മാഷ് വളരെയധികം വിഷമിക്കുകയാണ്. അപ്പോൾ താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണല്ലോ എന്നൊക്കെ മനസ്സിൽ ഓർക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കാലിൽ എന്തോ തട്ടുകയാണ്. നോക്കുമ്പോൾ വിക്രമിന് പഠിക്കുന്ന സമയത്ത് കിട്ടിയൊരു ട്രോഫി ആയിരുന്നു. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് മാഷ് പഴയകാല ഓർമ്മയിലോട്ട് പോവുകയാണ്. അപ്പോൾ താൻ കൃഷി ചെയ്യുന്ന സമയത്ത് വിക്രം ആ ട്രോഫിയും ഒരു മെഡലുമായിട്ട് അച്ഛാന്ന് വിളിച്ചുകൊണ്ട് ഓടി വരികയാണ്. എന്നിട്ട് മാഷിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് മാഷ് സന്തോഷം കൊണ്ട് വിക്രമിൻ്റെ ഉമ്മയെല്ലാം കൊടുത്ത് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് മാഷ് കരയുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കമലയും ശ്രീജയും കൂടി വേദയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ വേദയുടെ കൈയെല്ലാം പൊള്ളിയിരിക്കുകയാണല്ലോ. അപ്പോൾ ശ്രീജ മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നന്ദിനി കയറി വരികയാണ്. അവളെ നല്ല രീതിയിൽ സൽക്കരിച്ചോ, ഇനി അതിൻ്റെ കുറവും കൂടി വേണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. ഇവൾ വന്ന് എന്ന് കയറി അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളെല്ലാം. വിക്രം ഇതിനു മുമ്പ് എന്തെല്ലാം അടിപിടിയും കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും ഇങ്ങനെ വീട് കയറി ആക്രമിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല എന്ന് നന്ദിനി പറയുകയാണ്. അപ്പോൾ ആ സമയം വിനായകൻ പറയുകയാണ്, നീ ഒന്ന് നിർത്തി, അപ്പുറത്ത് അച്ഛനുണ്ടെന്നൊക്കെ പറയുകയാണ്. അച്ഛന് കേൾക്കട്ടെ, ആ മനുഷ്യന് ചങ്ക് പൊട്ടി നിൽക്കുകയില്ലേ, എല്ലാത്തിനും കാരണം ഇവൾ ഒറ്റ ഒരുത്തിയാണെന്ന് നന്ദിനി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാഷും വിശ്വവും കൂടെ അകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ നന്ദിനി പറഞ്ഞ തെറ്റൊന്നുമില്ല എന്ന് മാഷ് പറയുകയാണ്. കുട്ടി ഒരു തെറ്റും ചെയ്തില്ല, ഈ കുട്ടി പഴിച്ചിട്ട് കാര്യമില്ല എന്ന് മാഷ് പറയുകയാണ്. അത് വെച്ചാൽ ഞാൻ ഒരു തെറ്റ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തില്ല, പിന്നെ എന്തിനാണ് നന്ദിനിയേട്ടത്തി എൻ്റെ നേരെ ചാടിക്കയറുന്നതെന്ന് എനിക്കറിയില്ല എന്ന് വേദയും പറയുകയാണ്. ഇതിനെല്ലാം കാരണം ഞാൻ ഉണ്ടാക്കിയ ഒരു വിഷവിത്താണ്, ഒരു പാഴ്ജന്മം, അവനാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുകയാണ്. ആ സമയം വിക്രം അവിടേക്ക് വരികയും ഇതെല്ലാം കേൾക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരിഹാരം കണ്ടെത്തിക്കോളാം, ഞാൻ അത് നാളെ തന്നെ പുതുക്കി പണിയാമെന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ മാഷ് വളരെ ദേഷ്യത്തിൽ പറയുകയാണ്, നീ പുതുക്കി പണിയണ്ട, ഈ നാട്ടുകാരെല്ലാം അത് കണ്ട് ചിരിക്കണം. ഇവിടുത്തെ മകൻ അച്ഛന് നൽകിയ ഒരു സ്മാരകമാണെന്ന് എല്ലാവരും അത് ഓർക്കണം. ആ സ്മാരകം എൻ്റെ മരണശേഷം മാത്രം പുതുക്കി പണിതാൽ മതി, എൻ്റെ മരണം വരെ അതൊന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് മാഷ് പറയുകയാണ്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഇവൻ ഒറ്റൊരുത്തനാണ്. ഇവൻ വ്യാജ മരുന്നിൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ ചെല്ലുകയും ആ വ്യാജ മരുന്നിൻ്റെ ഗോഡൗണെല്ലാം കത്തിച്ച് കളയുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇന്ന് ഈ നടന്ന സംഭവങ്ങളെല്ലാം എന്ന് മാഷ് പറയുകയാണ്. ഇവൻ ആരാണ് നിയമം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നിയമം നോക്കട്ടെ, നിയമ നടപടികൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ സ്വീകരിക്കട്ടെ. ഇവ എന്തിനാണ് ആവശ്യമില്ലാതെ ആ ശ്രീനിയുടെ വാക്കും കേട്ടുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മാഷ് വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ വിഷമത്തോട് പറയുകയാണ്, അത് ഇവൻ ഒരു വ്യാജ മരുന്നിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഈ അടുത്ത സമയത്തുണ്ടായില്ല. അങ്ങനെ അവരുടെ ഗോഡൗണിൽ ചെന്ന് കുറേ മരുന്നുകളും ആ ഗോഡൗണെല്ലാം കത്തിച്ച് കളഞ്ഞു, അതിൻ്റെ പ്രതികാരമായിട്ട് അവർ ചെയ്തതായിരിക്കാനാണ് സാധ്യതയെന്ന് വിശ്വം പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് കമല വളരെയധികം വിഷമിക്കുകയാണ്. ഒപ്പം വേദയും വിഷമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് വേദ വിക്രമിനോട് ചോദിക്കുകയാണ്, ഈ ഗോഡൗണിൽ മരുന്ന് കത്തിച്ച കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്തിനാണ് വിക്രം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പോയത്? ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? നിയമം കയ്യിലെടുക്കാൻ വിക്രം ആരാണെന്നൊക്കെ വേദ ചോദിക്കുകയാണ്. ഇതെല്ലാം ശ്രീനിസാറിൻ്റെ പണിയായിരിക്കും, അയാൾ പറഞ്ഞിട്ടായിരിക്കും അല്ലേ വിക്രം ഇതൊക്കെ ചെയ്തത്. ആരും ചെയ്തതല്ല, എനിക്ക് ചെയ്യണമെന്ന് തോന്നി ഞാൻ ഒരു നല്ല പ്രവൃത്തി ചെയ്തെന്നേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആരാണ്? ശ്രീനിസാറിൻ്റെയും ഭാര്യയുടെയും മുറിയിൽ ചെന്ന് ആരും പെട്രോൾ ബോംബൊന്നും ഒഴിച്ചില്ല, നിങ്ങൾക്ക് നേരെയല്ലേ വന്ന്, ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്ക് കിടന്ന് കൈയും കാലിട്ട് അടിക്കേണ്ടതെന്നൊക്കെ വേദ പറയണം. അത് പിന്നെ വേദ എന്ന് പറയുമ്പോൾ വേദ പറഞ്ഞ് നിർത്ത്, നിങ്ങളുടെ ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട, ഞാൻ ഇവിടെ കിടന്ന് നിന്ന് വെന്ത് മരിച്ചിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായില്ല, നിങ്ങൾ ആ സമയം ശ്രീനിസാറിനെ തന്നെ അനുകൂലിച്ച് പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേദ അകത്തോട്ട് കയറി പോവുകയാണ്. എന്നിട്ട് വേദ ഇങ്ങനെ വിഷമിച്ച് ആ സെറ്റിൽ തന്നെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് നന്ദിനി കടന്നു വരികയാണ്. ഇവൾക്ക് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എരുതി എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി വേദയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വേദ നീ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും, നീ വന്നതിന് ശേഷവും അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കി, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നീ വന്ന് കയറിയാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് നന്ദിനി ഏട്ടത്തി പറയുന്നതെന്ന് വേദയും ചോദിക്കുകയാണ്. നീ ഒരു തെറ്റും ചെയ്തില്ലേ, നീ ഇവിടെ വന്ന് അന്ന് എന്നെ പറഞ്ഞിട്ടില്ലേ വിക്രമിനെ ഒരു പാഠം പഠിപ്പിക്കുന്നു, അവൻ്റെ ജീവിതം നരകതുല്യമാക്കും എന്നൊക്കെ പറഞ്ഞില്ല? അത് ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞാണ് നന്ദിനി ഏട്ടത്തി, എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടോ? നീ നീ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്നൊക്കെ നന്ദിനി പറയുകയാണ്. ഈ വീട് കത്തിച്ച് നീ ഒറ്റ ഒരുത്തിയാണെന്നൊക്കെ പറയുകയാണ്. നന്ദിനിയുടെ എന്തൊക്കെ അബദ്ധങ്ങളാണ് പറയുന്നതെന്ന് വേദ ചോദിക്കുകയാണ്. നീ ഇപ്പോൾ ചായ്പ് മാത്രമേ കത്തിച്ചുള്ളൂ, ഇനിയിപ്പോൾ വീടും കത്തിക്കും
എന്നൊക്കെ നന്ദിനി പറയുകയാണ്. ഇതിന് ഭേദം ആ വീട് ജപ്തി ചെയ്ത് പോരുന്ന മതിയായിരുന്നു, എങ്കിൽ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകാനുള്ള സമയമെങ്കിലും കാണുമായിരുന്നല്ലോ, ഇതിപ്പോൾ വീട്ടിനകത്ത് കിടന്ന് വെന്ത് മരിക്കണ്ടേ എന്നൊക്കെ നന്ദിനി പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വേദയ്ക്ക് വളരെയധികം വിഷമം തോന്നുകയാണ്. പക്ഷേ വേദ എല്ലാം സഹിച്ചിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി എണീറ്റ് പോവുകയാണ്. അപ്പോൾ ആ സമയം ശ്രീജ റൂമിലോട്ട് പോവുകയാണ്. എന്നിട്ട് വിശ്വത്തിൻ്റെ അടുത്ത് പറയുകയാണ്, ആ കുട്ടി അവിടെ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്, ഇവിടെ എന്തൊക്കെയാണ് വിശ്വമായിട്ട് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും അറിഞ്ഞൂടെ ശ്രീജ എന്ന് വിശ്വം പറയുന്നുണ്ട്. ആ കുട്ടിക്ക് ഇനിയിപ്പോൾ എവിടെയാണ് കിടക്കേണ്ടത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്ത് കിടക്കാം, അവൾക്ക് കൈയൊക്കെ പൊള്ളിയിരിക്കുകയില്ലേ, കുറച്ച് നേരം ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുകയാണ്. എന്നിട്ട് ശ്രീജയും വിശ്വവും കൂടി ചെന്ന് ഹാളിലിരിക്കുന്ന വേദയെ റൂമിലോട്ട് വരാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ വേദ ഒരു കാരണവശാലും വരുന്നില്ല, ഇല്ല ശ്രീജയെടുത്ത് നിങ്ങൾ പോയി കിടക്കുന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീജ നല്ല രീതിയിൽ വഴക്ക് കൊടുക്കുകയാണ്. വേദ, നിൻ്റെ കൈ പൊള്ളിയിരിക്കുകയാണ്, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുന്നേ, നീ ഒന്ന് എണീറ്റ് വരൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ശ്രീജ വളരെയധികം നിർബന്ധിച്ചുകൊണ്ട് മാത്രം വേദ റൂമിലോട്ട് എണീറ്റ് പോവുകയാണ്. എന്നിട്ട് വേദയെ കട്ടിലിരുത്തിയ ശേഷം, നീ ഒന്ന് കിടക്കുക വേദ, നിനക്കൊന്ന് മനസ്സമാനം കിട്ടട്ടെ, കൈക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ശ്രീജ ഏട്ടത്തി എന്ന് പറയുകയാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ അപ്പുറത്ത് കാണുമെന്ന് പറയുക, ഞാൻ വിക്രമിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല ശ്രീജ ഏട്ടത്തി, വിക്രം അവിടെ നിൽക്കട്ടെ, വിക്രം ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതായിരിക്കും ഇഷ്ടം, ഞാനും ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് വേദ വളരെയധികം വിഷമിച്ചൊരു സിറ്റുവേഷനിലിരിക്കുകയാണ്. ഇപ്പോൾ വിക്രമിനിപ്പോൾ കുറച്ചൊക്കെ കുറ്റബോധം തോന്നി തുടങ്ങുന്നുണ്ട്. വേദയും അമ്മയും പിന്നെ അച്ഛനും ഒക്കെ പറയുന്നുണ്ട്, ഞാൻ ശ്രീനിസാറിന് വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്തതെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ അനുഭവിക്കാൻ ഞാനാണെന്നുള്ളൊരു കുറ്റബോധം വിക്രമിൻ്റെ മനസ്സിൽ ഉടലെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ശ്രീനിസാറിൽ നിന്ന് വിക്രം പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏറെക്കുറെയൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ മാഷിൻ്റെ വീട്ടിലോട്ട് ഒരു കാർ വന്ന് നിൽക്കുകയാണ്. അത് വേറെ ആരുടെയല്ല, നമ്മുടെ MLA വാസവൻ്റെയാണ്. അപ്പോൾ കാർ തുറന്ന് അയാൾ പുറത്തോട്ട് വരികയാണ്. ചിരിച്ച മുഖത്തോടു കൂടിയാണ് അയാൾ വരുന്നത്. എന്നിട്ട് ആ കത്തിയ വീടിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണ്. എന്നിട്ട് വളരെയധികം ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അകത്തുനിന്ന് മാഷ് വരികയാണ്. അപ്പോൾ വാസവൻ, അയ്യോ മാഷ്, ഇതൊക്കെ എന്താണ് സംഭവിച്ചത്, ഞാൻ ഇന്ന് രാവിലെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്, ഞാൻ ഒരേ കണക്കിന് കരച്ചിലായിരുന്നു, പിന്നെ മാഷിൻ്റെ മരുമകൾക്കൊന്നും സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ കരച്ചിൽ നിർത്തിയത്, എന്ത് ചെയ്യാനാണ്. അപ്പോൾ മാഷിന് മനസ്സിലായി, പരിഹസിക്കുകയാണ്, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ, അത് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങൾ നടത്തിയതിൻ്റെ സന്തോഷത്തിൽ വന്നതാണോ എന്നൊക്കെ ചോദിക്കണം. മാഷ് എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഞാനല്ല ഇതൊന്നും ചെയ്തത്, നിങ്ങളുടെ മോനെ വേണമെങ്കിൽ വിളിച്ച് ചോദിച്ചു നോക്കും, നിങ്ങളുടെ മകന് പിന്നെ ഇഷ്ടംപോലെ ശത്രുക്കളുണ്ടാകുമല്ലോ, അവരാരെങ്കിലും ചെയ്തതായിരിക്കും എന്നൊക്കെ വാസവൻ പറയുകയാണ്. എനിക്ക് കത്തിക്കണമെങ്കിൽ നിങ്ങളുടെ വീടും കൂടി കത്തിച്ച് കൂടെയിരുന്നെന്നൊക്കെ വാസവൻ ചോദിക്കുകയാണ്. ഞാനെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ, ഇത് ഞാനല്ല മാഷ്, വേറെ ആരെങ്കിലും വന്ന് ചെയ്തതാണെന്ന് അയാൾ വീണ്ടും പറയുകയാണ്. എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു, ഇനി അതൊക്കെ സഹിക്കല്ലേ പറ്റൂ മാഷെന്ന് വാസവൻ പറയുകയാണ്. ആ സമയത്ത് വിക്രം ദേഷ്യത്തിൽ അകത്തു നിന്ന് വരികയാണ്. വാസവനെതിരെ വിക്രം ആഞ്ഞടിക്കുന്നുണ്ട്, പക്ഷേ വേദ അതെല്ലാം തടയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.